ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5ാം തരത്തിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കൊരു പക്ഷിയെയും മീനിനെയും കാണാൻ സാധിക്കും. നമുക്കതിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന ബേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കണ്ടെത്തിന് മനസ്സിലാവും, പിക്ചറിൽ കാണുന്നത് കിങ്ഫിഷറാണ്, ഒരു മീൻകൊത്തിയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? ഈ പക്ഷിയുടെ പ്രധാന ഭക്ഷണം എന്താണെന്നാണ്. അതും നമുക്ക് ചിത്രത്തിലൂടെ തന്നെ മനസ്സിലാകും, ഫിഷാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? ഈ ബേർഡിനെ സാധാരണയായിട്ട് കാണുന്നത് എവിടെയാണ്? അപ്പോൾ നമുക്കറിയാം, ഈ പോണ്ടിൻ്റെ സൈഡിലും റിവർ ബാങ്ക്സിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ബേർഡിനെ സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? ഈ ബേർഡിനെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഈ പോണ്ടിൻ്റെ സൈഡിലും റിവറിൻ്റെ സൈഡിലൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ റീസണാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് മെയിൻ ഫുഡ് ഈസ് ഫിഷ്. അതിൻ്റെ പ്രധാന ഭക്ഷണം മീനാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ റിവറിൻ്റെ സൈഡിലും പോണ്ടിൻ്റെ സൈഡിലൊക്കെ കാണുന്നത്. ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന ഒരുപാട് ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ പല ജീവികളും പല തരത്തിലുള്ള ഫുഡാണ് കഴിക്കാറ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? അവർ കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫിഷ് കഴിക്കുന്ന ജീവികളുണ്ട്, മീറ്റ് കഴിക്കുന്നവരുണ്ട്, ഗ്രാസ് കഴിക്കുന്നവരുണ്ട്, അതുപോലെ വേംസ് കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ കഴിക്കുന്ന ഓരോ ജീവികളും നമ്മുടെ ചുറ്റുമുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോഡ്? ആട് കഴിക്കുന്ന പ്രധാനമായിട്ടുള്ള ഭക്ഷണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രാസ്, ലീവ്സ് ആൻഡ് ഗ്രെയിൻസ്. ഇലകൾ കഴിക്കും, പുല്ലുകൾ കഴിക്കും, അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ ആട് സാധാരണമായി കഴിക്കാറുണ്ട്. വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റ് പാർട്സ് കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നാണ് അടുത്തത് ചോദിക്കുന്നത്. നമുക്കറിയാം, എലിഫൻറ്റ്, കൗ, ഗോട്ട്, ഗ്രാസ് ഹോപ്പർ എക്സെട്ര. നമുക്കറിയാം കുറേ ജീവികളുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോവാം, ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്. അപ്പോൾ എന്താണ് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്? ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭക്ഷണത്തെയാണ് പറയുന്നത് ഫുഡ്. അപ്പോൾ എന്താണ് ഹാബിറ്റാറ്റ്? ഈ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മാത്രമല്ല, പല ജീവികളും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്ന സ്ഥലത്തെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ നമുക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുറേ ജീവികളുണ്ട്, ഒരു പാഡി ഫീൽഡ് ഉണ്ട്, വീടുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ പിക്ചറിലുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രോഗ്, തവളയുണ്ട്, സ്നേക്ക്, പാമ്പുണ്ട്, വേം, പുഴുവുണ്ട്, ക്രാബ്, ഞണ്ടുണ്ട്, പിന്നെ ക്രോ, കാക്കയുണ്ട്, ടോട്ടോയ്സ്, ആമയുണ്ട്, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയുണ്ട്, പിന്നെ ക്രെയിൻ, കൊക്കുണ്ട്, പിന്നെ സ്നെയിൽ, ഒച്ചുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്ലൈ, തുമ്പിയും കൂടിയുണ്ട്. ഈ പിക്ചറിൽ നമുക്കിതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ സൈഡിൽ കൊടുക്കാം. വിച്ച് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? പ്ലാന്റ്സ് കഴിക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സ്മോൾ ഫിഷസ്, ഗ്രാസ് ഹോപ്പർ, വേംസ്. ഇതൊക്കെ പ്ലാന്റ്സ്, പായലൊക്കെ കഴിക്കുന്ന ക്രിയേച്ചേഴ്സാണ്. വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? ചെറിയ മീനുകളെ കഴിക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ലാർജ് ഫിഷ്, ടോട്ടോയ്സ്, ക്രാബ്, ക്രോ, ഫ്രോഗ് ആൻഡ് ക്രെയിൻ. ഇത്രയാണ് ചെറിയ മീനുകളെ കഴിക്കുന്ന ക്രിയേച്ചേഴ്സ്. എവറി ക്രിയേച്ചർ ഇൻ ദിസ് പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഓരോ ജീവികളും ഓരോ ജീവികളെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ മീനുകൾ ചെടികളെ ഭക്ഷണമാക്കുന്നു. അതുപോലെ ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. വലിയ മീനുകൾ ചെറിയ മീനുകളെ ഭക്ഷണമാക്കുന്നു. ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. അതായത് കൊച്ച എന്നൊക്കെ പറയില്ലേ, അത് മീനുകളെ കഴിക്കുന്നു. കംപ്ലീറ്റ് ദി ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദി ഫീൽഡ്. ഇതൊരു ഫുഡ് ചെയിനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് സ്മോൾ ഫിഷ്, അതുപോലെ ഗ്രാസ് ഹോപ്പ്, വേംസ്. ഇതൊക്കെ ഈ സ്മോൾ ഫിഷിനെ ഭക്ഷണമാക്കുന്ന കുറച്ച് ജീവജാലങ്ങളുണ്ട്. ലാർജ് ഫിഷ്, ഫ്രോഗ്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അതുപോലെ ലാർജ് ഫിഷിനെയും ഫ്രോഗ്സിനെയും ഒക്കെ കഴിക്കുന്നവരാണ് ക്രെയിൻ, കൊക്ക്.
അപ്പോൾ ഈ വേംസിനെ പ്ലാന്റ്സിനെ വേംസ് കഴിക്കും. ഈ വേംസിനെയാണ് ക്രോ കഴിക്കുന്നത്, കാക്ക. ഇതാണൊരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ടുഗെദർ. ഇതിനു മുമ്പ് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓരോ ക്രിയേച്ചേഴ്സും മറ്റ് ക്രിയേച്ചേഴ്സിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഡീർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ്. മാൻ, മുയൽ, അതുപോലെ തന്നെ പുൽച്ചാടി, ഇതൊക്കെ സസ്യങ്ങൾ കഴിച്ചാണ് ജീവിക്കുന്നത്. പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സാണ്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. ഈ ജീവികളെ കഴിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്ന് എഴുതിക്കൊണ്ട് ഈ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ് ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ. ഇപ്പോൾ ഡീറിനെ കഴിക്കുന്നത് ലയൺ, സിംഹം. റാബിറ്റിനെ കഴിക്കുന്നത് ടൈഗർ. ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്നത് ഫ്രോഗ്. ഇതൊരു ഫുഡ് റിലേഷൻഷിപ്പാണ്. പ്രസൻറ്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദി ക്ലാസ്. എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസം ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദി സയൻസ് ഡയറി. നമ്മളിപ്പോൾ ഈ എഴുതിയൊരു ഫുഡ് റിലേഷൻഷിപ്പ് പോലെ കുറച്ചും കൂടി എക്സാമ്പിൾസൊക്കെ വെച്ച് കുറച്ചും കൂടി ക്രിയേച്ചേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഫുഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബുക്കിലൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തത് ക്ലാസ്സിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ജീവനുള്ള ഓരോ ജീവിയും വേറൊരു ജീവിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ഫുഡ് വെബ്. അതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന പേരിൽ പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന പേരിൽ പറയുന്നത്. ഇതാണ് ഫുഡ് വെബ്. ഇതിലൂടെ ഓരോ ജീവിയും എന്തിനെയാണ് ഭക്ഷണമാക്കുന്നത്, എന്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 അവസാനിക്കുകയാണ്. പിന്നെ ബാക്കി ആക്ടിവിറ്റീസും ബാക്കി ചാപ്റ്ററുമായിട്ട് പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.